ഡാൻസ് വേൾഡിൽ ഇന്ന് സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയാണ്. വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു തേങ്ങയുടെ 1/4 ഭാഗം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് ഇത് വരേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചിരവിയ തേങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യണമെന്നില്ല, ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർക്കാം. എരിവില്ലാത്ത മുളകാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാൻ 1 ചേർത്തിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് 1/2 ടേബിൾ സ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തിരുന്നു, ഒരു 2 ടേബിൾ സ്പൂൺ കൂടി എക്സ്ട്രാ ചേർത്തിരുന്നു. എന്നിട്ട് ഈ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇനി സ്റ്റൗവിലേക്ക് ഒരു മൺചട്ടി ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് ഇതുപോലെ നെടുകെ കീറിയത് കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതാണ്, ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതുകൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ ഇത് അടച്ചു വെച്ചിട്ടല്ല വേവിക്കുന്നത്, വെള്ളമൊന്നും ഒഴിക്കുന്നുമില്ല. ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിച്ച് ഇതിൻ്റെ കളറൊക്കെ പോവും. അതുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ബീട്രൂട്ട് നന്നായിട്ട് റെഡിയായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയും പച്ചമുളകും ഒക്കെ അരച്ചു വെച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ എല്ലാം നന്നായിട്ട് ചേരുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ വഴറ്റുമ്പോൾ ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ്. അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ജസ്റ്റ് കറക്കിയെടുക്കാം. ഒരുപാട് ലൂസായി പോരുത്, ഈ ഒരു രീതിയിൽ തന്നെ വേണം എടുക്കാൻ. ഞാൻ ജസ്റ്റ് ഒന്ന് വിസ്ക് ചെയ്തതേ ഉള്ളൂ. ഇനി ഇതുകൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ബീട്രൂട്ടുമായിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൈര് ചേർക്കുന്നതിന് മുന്നേ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കണം. ഇപ്പം നമ്മുടെ പച്ചടിയുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിടേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. അതിനായിട്ട് ഒരു തട്ക പാൻ വെച്ച് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇത് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സദ്യയുടെ കൂടെ സൈഡിൽ വിളമ്പാൻ പറ്റിയ അടിപൊളി ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഏകദേശം ഒരു 1/2 മണിക്കൂറിന് ശേഷം പച്ചടിയുടെ ഒരു കളറാണ്. നല്ല പിങ്ക് കളറായിട്ടാണ് ഇരിക്കുന്നത്, ഡാർക്ക് പിങ്ക് കളറായിട്ട്. നേരത്തെ കളറിലും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്.